ഹായ് വിശവരെ, അപ്പോഴെല്ലാവർക്കും ഒരു പുള്ളിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ അടിപൊളി ഒരു കെണിക്കൂട് അതായത് നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പലതവണ നമ്മൾ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇന്ന് ആ കൂട് അവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് റാണിയൊക്കെ സെറ്റാകുമെന്ന് അറിയണ്ടേ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. പിന്നെ ഒരു കൂടെ ഞാൻ സ്പെഷ്യലായിട്ട് കാണിച്ചു തരാം. അതായത് ഞാനൊരു കെണിക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ ഈ പരിസരത്തായിട്ടാണ്. പക്ഷേ അതിൽ രാവിലെ തൊട്ടേ കുറച്ച് ഈച്ചകളൊന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പോൾ എണ്ണം കൂടി ഏകദേശം നല്ല അടിപൊളി ഒരു സ്ട്രെങ്തുള്ള കോളനി അതിൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ കെണിക്കൂട്. അതിൽ നമ്മൾ ഓൾറെഡി എന്താ പറയുക പഴയ മെഴുകാണ് കേട്ടോ. അതായത് നമ്മൾ തേനെടുത്തതിൻ്റെ ആ നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്ത മെഴുകാണ് നമ്മൾ എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ മണം പിടിച്ചിട്ടാണ് ഏകദേശമുള്ള ഈച്ചകളും വരുന്നത്. അപ്പോൾ ഇത് നമ്മളെ കെണിക്കൂട്, അതായത് നമ്മൾ നേരത്തെ ഒരു കെണിക്കൂട് വെച്ച് അതൊന്ന് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹണി ക്യാപ്പൊക്കെ വെച്ച് ഇത് സെറ്റാക്കിയിട്ടുണ്ട്. കാര്യം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനത്തെ ചെറുതനിച്ച കൂടുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു ഹണി ക്യാപ്പ് നമുക്ക് നല്ലതാണ് കേട്ടോ. അതുപോലെ ഒരു ഫുൾ കൈ ഷർട്ടും അതുപോലെ തന്നെ ഒരു പേശ, അതായത് മടക്കുത്തൊക്കെ അഴിച്ചിട്ടിരിക്കുക. ഇല്ലെങ്കിൽ നമ്മളെ കാലിലെല്ലാം ഈച്ച പറ്റി പിടിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ നമുക്ക് എന്തായാലും ഈ കൂട് ഇവിടെ നിന്ന് മാറ്റണം കേട്ടോ. അതിപ്പോൾ റാണി സെറ്റായില്ലെങ്കിലും തീർച്ചയായിട്ടും മാറ്റണം. അതുകൊണ്ട് ഞാൻ നേരത്തെ വന്ന് അതിൻ്റെ സൈഡിലായിട്ടുള്ള നമ്മളെ കരിങ്കല്ലിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിരുന്ന ആ ട്യൂബിനെ നമ്മൾ ഇളക്കിയിട്ട് കേട്ടോ. അതിനെ ഇളക്കി മാറ്റിയതിന് ശേഷം ഞാനൊരു ഒരു ഇല വെച്ച് മറച്ച് വെച്ചായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹണി ക്യാപ്പ് വയ്ക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അത് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ കൂട്ടിലുള്ള കോളനിയിലുള്ള ഈച്ച എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെങ്തുള്ള നല്ല അടിപൊളി ഈച്ചയാണ്. അതായത് ഇപ്പോൾ റാണി സെറ്റായെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് നമ്മൾ തുറന്നു, ഞാനിതേപോലെ കാണിച്ചു തരാൻ ചെയ്തിട്ടോ. അന്ന് ഏകദേശം മുട്ട ഇടാനുള്ള ചെറിയ കപ്പുകളൊക്കെ അവർ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അന്ന് തേനും പൂമ്പൊടി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ ഇതിനകത്ത് റാണി അതായത് മുട്ടയിട്ട് തുടങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു റാണി സെല്ല് വെച്ച് സെറ്റാക്കി എടുക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊരു വീടിൻ്റെ സൈഡിൽ ഞാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ അവർക്ക് അവിടെ പറമ്പും കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കണം എന്നുള്ളതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ വേറൊരു കെണിക്കൂട് നമുക്കവിടെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും ഇത് തുറക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഈച്ച കേട്ടോ, ഒരുപാട് ഈച്ചയുണ്ട്. നല്ല അടിപൊളി അതായത് നല്ലൊരു കിടിലൻ കോളനിയുടെ അത്രയും ഈച്ച ഇതിനകത്തുണ്ട്. ഈ ഈച്ച നമ്മളെ സാധാ ഈ എന്താ പറയുക തുമ്പിക്കയനോ അല്ലെങ്കിൽ അങ്ങനത്തെ പോലത്തെ അല്ല കേട്ടോ. ഇത് ഇത്തിരി നല്ല ഈ ആക്രമണ ശക്തിയുള്ളവരാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആ കൂട് തുറക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഈച്ചകൾ പറന്ന് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കയ്യിലെല്ലാം വന്ന്, അതുപോലെ എൻ്റെ ഷർട്ടിലെല്ലാം ഉണ്ട് കേട്ടോ. എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അതെ, അവർ വന്ന് ഇതേപോലെ ഇഷ്ടം പോലെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പൊന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഇവരുടെ ഇങ്ങനെ ഉള്ള ഒരു ആക്രമണം ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഹണി ക്യാപ്പ് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഹണി ക്യാപ്പ് ചെറുതീനിച്ച വളർത്തുന്നവർ തീർച്ചയായിട്ടും ഒരു ഹണി ക്യാപ്പ് അതായത് തീർച്ചയായിട്ടും മേടിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളെ കണ്ണിലും മൂക്കിലെല്ലാം ഇത് കയറാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് തുറക്കുന്ന സമയത്ത് തന്നെ അത് നമ്മൾ ആദ്യം തുറന്നത് ബാക്ക് സൈഡാണ് കേട്ടോ. ആ സൈഡ് നോക്കുന്ന സമയത്ത് തേന് കണ്ടു. അതുപോലെ തന്നെ വല സൈഡ് എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് അത്യാവശ്യം തേന് പൂമ്പിടിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് റാണി ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വളരെ നാളുകളൊന്നും ആയിട്ടില്ല കേട്ടോ. അവരിത് ഇപ്പോൾ സെറ്റ് ചെയ്യണേ ഉള്ളൂ കേട്ടോ. അതിൽ 1-2 ഫേക്ക് മുട്ട സെല്ലൊക്കെ ഉണ്ട് കേട്ടോ. സെല്ലൊക്കെ വെച്ച് അവർ തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും റാണി മുട്ടയിട്ട് തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അതായത് അങ്ങനെ കുറച്ച് മുട്ടകൾ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ മറു സൈഡിലായിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് നമ്മളെ പുതിയ മുട്ടകൾ, നല്ല രീതിയിലുള്ള മുട്ടകൾ അവിടെ കാണാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, നമ്മുടെ റാണി മുട്ടയിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും റാണി ഈ കൂട്ടത്തിൽ കാണും കേട്ടോ. ഞാനിനി അധിക സമയത്ത് തുറന്ന് വയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ചെറിയതായതുകൊണ്ട് അത് മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ നല്ലൊരു മഴയ്ക്കുള്ള ഒരു ചാൻസ് എല്ലാം ഉണ്ട് കേട്ടോ. രാവിലെ മഴയായിരുന്നു. മഴ മാറിയ സമയത്താണ് ഞാനൊന്ന് സെറ്റാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ എന്താ ഇതിനകത്ത് റാണി ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സമയം ഇത് ഇങ്ങനെ എന്തായാലും നന്നായിട്ടൊന്ന് നോക്കി. അപ്പോൾ അതിനകത്ത് റാണിയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ലപോലെ തേനും പൂമ്പൊടി എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അടച്ചങ്ങ് വയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഈ പുറത്ത് നിൽക്കുന്ന ബാക്കിയുള്ള കംപ്ലീറ്റ് ഈച്ചകളും ഇനി ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി തന്നെ അവിടെ നിന്ന് കൂടങ്ങ് മാറ്റും കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇത് തുറന്നതിന് ശേഷം നല്ലതുപോലെ അടച്ച് ഞാൻ അവിടെ ആ പഴയ ഇരുന്ന സ്ഥലം എവിടെയാണോ നമ്മൾ കൂടെടുത്ത സ്ഥലം അവിടെ തന്നെ വയ്ക്കും കേട്ടോ. കാര്യം ഒരുപാട് ഈച്ചകൾ പുറത്തുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം രാത്രി നമുക്കവിടെ നിന്ന് ഈ കൂടെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ കെണിക്കൂട് വെച്ചിട്ട് മാറ്റുന്ന സമയത്ത് ഒരു ഉച്ച കഴിയുന്ന സമയത്ത് മാക്സിമം പോയി അതിൻ്റെ ബാഗിലുള്ള ആ ഓസ് ആ കണക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ വാട്ടർ ലെവലിൻ്റെ ഓസ് മാറ്റുക. അതിന് ശേഷം അതായത് അപ്പോഴീ പുറത്ത് പോയിരിക്കുന്ന ഈച്ചകളെല്ലാം അതായത് രാവിലെ ആകുമ്പോൾ അവർ തേൻ പൂമ്പൊടിയൊക്കെ ശേഖരിക്കാൻ പോകുമല്ലോ, അവരെല്ലാം തിരിച്ച് അതേപോലെ വരും കേട്ടോ. അപ്പോൾ രാത്രി വേണം നമ്മൾ കൂട് എവിടെ വെച്ചിരിക്കുന്നത് എങ്ങനത്തെ കൂടായിരുന്നാലും ശരി തന്നെ നമ്മൾ ഈ കൂടുകൾ മാറ്റാനായിട്ട് രാത്രിയെ മാറ്റാൻ പാടുള്ളൂ കേട്ടോ. എങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് ഈച്ച പുറത്തായി പോകും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. ചിലർ ഉച്ചയ്ക്കൊക്കെ മാറ്റും, അങ്ങനെ മാറ്റരുതേ. അപ്പോൾ ഇത് ഒരുപാട് ഈച്ചകൾ ഇങ്ങനെ പുറത്ത് കറങ്ങുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കൂട്ടിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തുനിന്ന് പിടിച്ചാണ്. പിന്നെ ഞാനിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതനിച്ച ഞാൻ വർക്കിന് പോയി എടുത്തിരുന്നതാണ് കേട്ടോ. ഇതിനകത്ത് അഡീഷണൽ വേറൊരു പൈപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ആ സൈറ്റിൽ പോകുന്ന സമയത്ത് ഞാനിത് പൊട്ടിച്ച് നോക്കി. അപ്പോൾ അതിനകത്ത് ഈച്ചയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തൊരു കുഞ്ഞ് പൈപ്പ് കൂടെ നീളത്തിന് തന്നെ ഉണ്ട്.
അപ്പോൾ ഇപ്പോഴും ഞാൻ പോയ സമയത്ത് അതിനകത്ത് ചെറുതേനീച്ച കൂട് വെച്ചു. നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അതായത് ആ പൈപ്പിൻ്റെ ചെറിയ ഗ്യാപ്പിലൂടെയാണ്. പിന്നെ ഇത് അവിടെയുള്ള മൺകല്ല് കൊണ്ട് കെട്ടിയ ഒരു കെട്ടിലുള്ളതാണ്. അവിടെ നല്ല അടിപൊളി ഒരു കോളനിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു കോളനിയാണ് ഇരിക്കുന്നത്. അത് അന്ന് ആ ഷോർട്ട് വീഡിയോ കാണുമ്പോഴേ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും കേട്ടോ. ഇനി അതിന് ശേഷം നമ്മളൊരു പഴയ വീട്ടിലെ ഒരു മണ്ണ് വെച്ച വീട്ടിലുള്ള കൂടാണ് കേട്ടോ. അത് ഇത്രയും ഭാഗം പൊട്ടിപ്പോയതാണ് മണ്ണ്. അതുപോലെ ആ ഒരു വിടവിലാണ് കറക്റ്റായിട്ട് ആ ചെറുതേനീച്ച കൂട് വെച്ചിരിക്കുന്നത് കേട്ടോ. അവർ സിമെൻറ്റൊക്കെ ചടച്ചാണ്, പക്ഷേ എങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ കൂടും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇനി നമ്മളൊരു മീറ്റർ ബോർഡ് ഇരിക്കുന്നതാണ്. ഒരുപാട് മീറ്റർ ബോർഡിൽ നിന്ന് തേനെടുക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ മീറ്റർ ബോർഡിൻ്റെ നിങ്ങൾക്ക് വലത് ഭാഗം കാണുമ്പോൾ ചെറിയൊരു കറുപ്പടിച്ച് ഇതിന് മുൻപായിട്ട് അവിടെ അങ്ങനെ ചെറുതേനീച്ച ഇരുന്ന് മീറ്റർ കത്തിപ്പോയതാണേ. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കിണറിലിരിക്കുന്നതാണ് കേട്ടോ. കിണറിൻ്റെ സൈഡിലെ കരിങ്കല്ലാണ് കേട്ടോ. അപ്പോൾ കരിങ്കല്ല് കെട്ടിനകത്തിരിക്കുന്ന ആ ഒരു കോളനിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീടുകളുടെയൊക്കെയുള്ള ബേസ്മെൻറ്റിലിരിക്കുന്നതാണ്. ഇതെല്ലാം അങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചർച്ചിൻ്റെ ഒരു ചെറിയൊരു പടിയിലിരിക്കുന്നതാണ്. അപ്പോൾ മച്ചന്മാർ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം. ബൈ.